നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടാഗാണ് div tag. സോ div tag element ഈസ് യൂസ്ഡ് ആസ് എ കണ്ടെയ്നർ ഫോർ അതർ HTML എലമെൻറ്റ്. അതായത് ഈ എലമെൻറ്റ് യൂസ് ചെയ്തിട്ട് കണ്ടെയ്നർ ആക്കാൻ പറ്റും. ഈ കണ്ടെയ്നറിൻ്റെ അകത്ത് പല എലമെൻറ്റ്സും ഉണ്ടാവും. സോ ഇതിനാണ് div tag യൂസ് ചെയ്യുന്നത്. div tag വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ സ്ഥലത്തും നമ്മൾ div യൂസ് ചെയ്യുക. div യൂസ് ചെയ്തിട്ട് ഓരോരോ കണ്ടെയ്നറായിട്ട് നമ്മൾ മാറ്റും. സോ ഇവിടെ ഒരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. ഒരു div ഉണ്ട്, അതിൻ്റെ അകത്ത് h2p. സോ ഇതൊരു കണ്ടെയ്നർ ആവും. എന്നിട്ട് വേറെ കണ്ടെയ്നർ ഉണ്ടാവും, വേറെ div ഉണ്ടാവും, അതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ടാവും. സോ div നമുക്കൊന്ന് നോക്കാം. സോ ബോർഡിൻ്റെ അകത്ത് തന്നെ div എന്നിടുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് വേണ്ട പ്രോപ്പർട്ടീസ് കൊടുക്കാൻ പറ്റും. p tag ഹലോ. ഇപ്പോൾ ഇതൊരു കണ്ടെയ്നറാണ്. സോ ഇതിലിപ്പോൾ സ്പാൻ ടാഗ് ഉണ്ട്. സ്പാൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കിപ്പോൾ p ടാഗിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയ പോർഷന് എന്തെങ്കിലും സ്റ്റൈൽ മാറണം. സ്റ്റൈൽ നമ്മൾ CSS യൂസ് ചെയ്തിട്ടാണ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് വരിടാവേണ്ട ആവശ്യമില്ല. സോ അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ സ്പാൻ ടാഗ് യൂസ് ചെയ്യുക. സോ ഇങ്ങനെ h1 ഉണ്ട്, ഹലോ. സോ ഇതിപ്പോൾ ഒരു കണ്ടെയ്നറാണ്. സോ നമുക്കിപ്പോൾ ഇതൊക്കെയല്ലേ ഹലോ, ഇതൊരു കണ്ടെയ്നറാണ്. നമ്മളിപ്പോൾ ഇൻസ്പെക്റ്റ് യൂസ് ചെയ്താൽ നമുക്ക് നമ്മൾ യൂസ് ചെയ്ത എല്ലാ എലമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടും. സോ ഇതിൻ്റെ div. സോ ഇതൊരു കണ്ടെയ്നറായിട്ട് ബിഹേവ് ചെയ്യും. സോ ഇതിന് നമുക്ക് സ്റ്റൈൽസ് കൊടുക്കാൻ പറ്റും. വിഡ്ത്ത് കൊടുക്കാം, ഒരു 100px, ഹൈറ്റ് കൊടുക്കാം. ഇങ്ങനെ കണ്ടെയ്നറായിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ അത് 100px നിന്നു. സോ ഇതിൻ്റെ പുറത്തേക്ക് എന്തെങ്കിലും വരികയാണെങ്കിൽ അത് താഴത്തോട്ട് വരും. സോ ഇതാണ് div tag. സോ div tag നമ്മളിപ്പോൾ ഏതൊരു വെബ്സൈറ്റ് എടുത്താലും, എക്സാമ്പിളായിട്ട് നമ്മൾ ഊബർ ഈറ്റ്സ് ആണ് നമ്മൾ ഇനി ഡിസൈൻ ചെയ്യാൻ പോകുന്നത്, നമ്മളൊരു പ്രൊജക്റ്റായിട്ട് ചെയ്യുന്നത്. സോ ഒരു ഊബർ ഈറ്റ്സ് എടുത്ത് നോക്കാം. ഊബർ ഈറ്റ്സ് ആണ് നമ്മൾ CSSൻ്റെ ലാസ്റ്റ് പ്രൊജക്റ്റായിട്ട് ചെയ്യുന്നത്. സോ എല്ലാ വീഡിയോസും പക്ക ഫോളോ ചെയ്ത് കാണാം. കുറച്ച് തിയററ്റിക്കലൊക്കെ ആകുമ്പോൾ കുറച്ച് ചടപ്പൊക്കെ ഉണ്ടാകും. ബട്ട് പ്രാക്ടിക്കലോട്ട് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റഡ് ആവും. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് ചെയ്യുക, എന്നാലേ നമുക്ക് ഈ മേൺ സ്റ്റാക്ക് കംപ്ലീറ്റ് ആകാൻ കഴിയുള്ളൂ. സോ എല്ലാ ലാംഗ്വേജിൻ്റെയും, ഏത് ലാംഗ്വേജ് എടുക്കുകയാണെങ്കിലും, പൈത്തൺ എടുക്കുകയാണെങ്കിലും, നോഡ് എടുക്കുകയാണെങ്കിലും ഒക്കത്തിൻ്റെ ബേസിക് നമ്മുടെ HTML ആണ്. സോ ഫ്രണ്ട് എൻഡിൽ എന്ത് ഡിസൈൻ ചെയ്യുകയാണെങ്കിലും നമ്മൾ HTML യൂസ് ചെയ്യണം. സോ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് പഠിക്കാം. സോ ഇവിടെ കണ്ടാൽ മനസ്സിലാവും കുറേ ഡിവ്സ് ഉണ്ടാവും. div ഉണ്ട്, div അതിൻ്റെ ഉള്ളിൽ div, വീണ്ടും div. സോ ഇങ്ങനെ ഓരോരോ കണ്ടെയ്നർ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ divs യൂസ് ചെയ്യുന്നത്. സോ ഏത് HTML പേജ് എടുത്താലും കുറേ divs ഉണ്ടാവും. അതുകൊണ്ട് തന്നെ div ഭയങ്കര നല്ല ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ടാഗാണ്. നെക്സ്റ്റ് വരുന്നത് ബ്ലോക്ക് ആൻഡ് ഇൻലൈൻ എലമെൻറ്റ്സ് ആണ്. സോ നമ്മുടെ എലമെൻറ്റ്സിൽ ടാഗ്സിൽ രണ്ട് ടൈപ്പ് എലമെൻറ്റ്സ് വരുന്നുണ്ട്. ബ്ലോക്ക് വരുന്നുണ്ട്, ഇൻലൈൻ വരുന്നുണ്ട്. സോ ബ്ലോക്ക് എന്താണെന്ന് നോക്കാം. എ ബ്ലോക്ക് ലെവൽ എലമെൻറ്റ് ഓൾവേസ് സ്റ്റാർട്ട് ഓൺ എ ന്യൂ ലൈൻ ആൻഡ് ദ ബ്രൗസേഴ്സ് ഓട്ടോമാറ്റിക്കലി ആഡ് സം സ്പേസ്, എ മാർജിൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ എലമെൻറ്റ്. അതായത് ഇതെപ്പോഴും പുതിയ ലൈനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏത് ബ്ലോക്ക് എലമെൻറ്റ് എടുത്താലും അത് പുതിയൊരു ലൈനിലോട്ട് സ്റ്റാർട്ട് ചെയ്യും. സോ അതാണ് ബ്ലോക്ക് എലമെൻറ്റ്. എ ബ്ലോക്ക് ലെവൽ എലമെൻറ്റ് ഓൾവേസ് ടേക്സ് അപ്പ് ദ ഫുൾ വിഡ്ത്ത് അവൈലബിൾ. അതായത് നമ്മുടെ ബ്രൗസറിൻ്റെ ഫുൾ വിഡ്ത്തും അതെടുക്കും. സോ അതാണ് ബ്ലോക്ക് എലമെൻറ്റ്സ്. സോ കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. അഡ്രസ്സ്, ആർട്ടിക്കിൾ, അസൈഡ്, div. സോ div ഒരു ബ്ലോക്ക് എലമെൻ്റ് ആണ്. നേരത്തെ നമ്മൾ നോക്കിയപ്പോൾ മനസ്സിലായില്ലേ, ഫുൾ വിഡ്ത്ത് എടുത്തായിരുന്നു. സോ നമുക്കതിനൊരു എക്സാമ്പിൾ ചെയ്യാം. സോ ഞാനിവിടെ ഒരു div ഇട്ടിട്ടുണ്ട്, ഹലോ എന്ന് കൊടുത്തിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ നമ്മൾ ഈ ഹലോ എന്നുള്ളതൊന്ന് ഇൻസ്പെക്ട് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഫുൾ വിഡ്ത്ത് എടുത്തിട്ടുണ്ട്. ഫുൾ വിഡ്ത്ത് എടുത്തിട്ടുണ്ട്. സോ ഇതാണ് ബ്ലോക്ക് എലമെൻറ്റ്. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത div ഇടുകയാണ്, ഹേ എന്നിട്ടാൽ ഇത് നെക്സ്റ്റ് ലൈനിലേ വരുള്ളൂ. നെക്സ്റ്റ് ലൈനിലോട്ട് വന്നു. സോ ഇതാണ് ബ്ലോക്ക് എലമെൻറ്റ്സ്. സോ നെക്സ്റ്റ് ഇൻലൈൻ എലമെൻറ്റ്. ഇൻലൈൻ എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇൻലൈൻ എലമെൻറ്റ് ഡസ് നോട്ട് സ്റ്റാർട്ട് എ ന്യൂ ലൈൻ. അതായത് പുതിയ ലൈനിൽ സ്റ്റാർട്ട് ചെയ്യില്ല, ആ ലൈനിൽ തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് പോകും. ഇൻലൈൻ എലമെൻറ്റ് ഓൺലി ടേക്സ് അപ്പ് ആസ് മച്ച് വിഡ്ത്ത് ആസ് നെസസറി. അതായത് ഇപ്പോൾ ഒരു p ടാഗിന് എത്ര സൈസാണുള്ളത് ആ സൈസ് മാത്രമേ എടുക്കുള്ളൂ. സോ അതിന് എക്സാമ്പിളാണ് a ടാഗ് ഉണ്ട്, കുറേ ടാഗ്സ് ഉണ്ട്, b ഉണ്ട്, വീഡിയോ ഉണ്ട്, ബിഗ്, br, ഇതൊക്കെ ഓരോരോ ടാഗ്സ് ആട്ടോ. ബട്ടൺസ് ഉണ്ട്, സിറ്റീസ്. സോ നമുക്ക് ബട്ടൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. സോ ഞാനൊരു ബട്ടൺ ഹലോ വേൾഡ് എന്ന് എഴുതി. ഇനിയിപ്പോൾ ഇതിൽ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാവും ഇത് കറക്റ്റ് ആ വിടുത്ത് മാത്രമേ എടുത്തിട്ടുള്ളൂ. എത്ര അതിന് വേണ്ട. ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ സൈസ് കുറച്ചും കൂടെ കൂടുതൽ കാര്യം ബട്ടൺസിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള വിടുത്തും കൂടെ എടുക്കും. അല്ലാതെ ഫുൾ വിടുത്ത് എടുക്കില്ല. ഇനിയിപ്പോൾ പുതിയൊരു ബട്ടൺസ് ഞാനിവിടെ കൊടുക്കുകയാണ്. സോ പുതിയൊരു ബട്ടൺ
hey this is Brigion. ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അത് ആ ലൈനിലോട്ട് തന്നെ വരും. സോ അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റിലോട്ട് വരും. സോ ഇതാണ് ഇൻലൈൻ എലമെൻറ്റ്. സോ ഇങ്ങനെ 2 ടൈപ്പ് എലമെൻറ്റ്സ് ഉണ്ട്. ബ്ലോക്ക് എലമെൻറ്റ്സ് ഉണ്ട്, ഇൻലൈൻ എലമെൻറ്റ്സ് ഉണ്ട്. ബ്ലോക്ക് എലമെൻറ്റ്സ് ആണെങ്കിൽ ഫുൾ വിഡ്ത്ത് എടുക്കും. ഇൻലൈൻ എലമെൻറ്റ്സ് അതിന് വേണ്ട സ്പേസ് മാത്രമേ എടുക്കുള്ളൂ. സോ അത്ര മനസ്സിലാക്കി വെക്കുക. കുറച്ച് എക്സാമ്പിൾസും കൂടെ നോക്കി വെക്കുക. ഇൻ്റർവ്യൂസിനൊക്കെ കൂടുതലായിട്ട് ചോദിക്കുന്ന 2 ക്വസ്റ്റ്യനാണ് ഇൻലൈൻ എലമെൻറ്റ്സ് എന്താ, ബ്ലോക്ക് എലമെൻറ്റ്സ് എന്താണെന്നുള്ളത്. സോ ദാറ്റ്സ് അബൌട്ട് ഇൻലൈൻ ആൻഡ് ബ്ലോക്ക് എലമെൻറ്റ്സ്. സോ നെക്സ്റ്റ് ഈസ് ക്ലാസ് ആൻഡ് ഐ ഡി. സോ നേരത്തെ നമ്മൾ ഒരു ഐ ഡി നോക്കിയത് നമ്മൾ ഇൻപുട്ടിൽ 4ൽ നേരെ ഐ ഡിയിലോട്ട് കണക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ക്ലാസ്സും ഐ ഡി എന്താ നോക്കാം. സോ ക്ലാസ് ആട്രിബ്യൂട്ട് യൂസ്ഡ് ബൈ ജാവാസ്ക്രിപ്റ്റ് ടു ആക്സസ് ആൻഡ് മാനിപ്പുലേറ്റ് എലമെൻറ്റ് വിത്ത് ദ സ്പെസിഫിക് ക്ലാസ് നെയിം. സോ ഒരു സ്പെസിഫിക് ക്ലാസ് നെയിം വെച്ചിട്ട് നമുക്ക് ഈ ജാവാസ്ക്രിപ്റ്റിലോട്ട് ആക്സസ് ചെയ്യാൻ പറ്റും ഓരോ എലമെൻറ്റ്സും. അതായത് നമ്മൾ സി എസിലും ആക്സസ് ചെയ്യും കേട്ടോ, ജാവാസ്ക്രിപ്റ്റിൽ മാത്രമല്ല സി എസിലും ആക്സസ് ചെയ്യും. സി എസിലും ജാവാസ്ക്രിപ്റ്റിലും ഓരോ എലമെൻറ്റ്സും ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലാസ് ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. സോ HTML എലമെൻറ്റ്സ് ക്യാൻ ബിലോങ്സ് ടു മോർ ദാൻ 1 ക്ലാസ്. അതായത് ഒരു HTML ഫയലിൽ നമുക്ക് കുറേ സെയിം ക്ലാസ് കുറേ ഡിവിനോ അല്ലെങ്കിൽ കുറേ ടാഗ്സിനോ കൊടുക്കാൻ പറ്റും. സോ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇതൊന്ന് ഹൈഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാനിവിടെ ഒരു ഡിവ് കൊടുത്തു. ഡിവ് ക്ലാസ് നെയിം, ക്ലാസ് ഒരു ഔട്ടർ ബോക്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. സോ ഇതൊരു ക്ലാസ്സാണ്. സോ ഈ ക്ലാസ് ഞാൻ സ്റ്റൈൽ ആട്രിബ്യൂട്ട് ഉണ്ട്. സ്റ്റൈലിലോട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വരാം. സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ CSS ആണ്. CSSൻ്റെ കോഡാണ് നമ്മൾ സ്റ്റൈൽ ചെയ്തത്. സോ സ്റ്റൈൽ ഡോട്ട് ഇട്ടിട്ടാണ് നമ്മളെപ്പോഴും ക്ലാസ് നെയിം വിളിക്കുക. സോ ഔട്ടർ ബോക്സ് എന്ന് വിളിച്ചിട്ട് നമ്മൾ എന്ത് സ്റ്റൈൽ ഇതിൻ്റെ അകത്ത് കൊടുത്താലും അതൊക്കെ അതിൽ റിഫ്ലക്റ്റ് ആവും. സോ ഞാനിവിടെ ഒരു വിഡ്ത്ത് 100 px വിഡ്ത്ത് കൊടുത്താൽ നോർമൽ വിഡ്ത്ത് എത്ര വിഡ്ത്ത് വേണ്ട 100 px കൊടുത്തു. ഹൈറ്റ് സോ ഇങ്ങനെ ഒരു സിൻറ്റാക്സിൽ വരും കേട്ടോ. ഫസ്റ്റ് ഏതാണോ ഫീൽഡ് വരും, ഏതാണോ സ്റ്റൈൽ ചേഞ്ച് ചെയ്യേണ്ടി വരും. നെക്സ്റ്റ് ഒരു ഫുൾ കോളം വരും. നെക്സ്റ്റ് നമ്മൾ എന്താണ് വാല്യൂ കൊടുക്കേണ്ടത് അതും വരും. സോ അത് കഴിഞ്ഞിട്ടൊരു സെമി കോളൻ ഉണ്ടാവും. 100 px കൊടുത്തു. ദെൻ ബാക്ക്ഗ്രൗണ്ട് കളർ റെഡ് കൊടുത്തു. ഇനിയിപ്പോൾ നമ്മൾ ബ്രൗസറിൽ പോയിട്ട് റീസ്റ്റാർട്ട് ചെയ്താൽ സി ആ ഡിവിന് കറക്റ്റ് ഹൈറ്റും വിഡ്ത്തും പിന്നെ റെഡ് കളറും വന്നിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് ക്ലാസ്സസ് യൂസ് ചെയ്യുന്നത്. സോ ഇനിയിപ്പോൾ വേറെ ഡിവ് കുറേ കോഡൊക്കെ ഞാൻ ഇവിടെ കുറേ കോഡൊക്കെ എഴുതി വേറെ ഡിവ് ഉണ്ട്. സോ ഇതിനും സെയിം രീതിയിൽ ക്ലാസ് ഔട്ടർ ബോക്സ് ഉണ്ടെങ്കിൽ നമ്മളവിടെ കൊടുത്താൽ സെയിം രീതിയിൽ അതിനും ക്ലാസ് വരും. സോ ഇങ്ങനെ മൾട്ടിപ്പിൾ എലമെൻറ്റ്സിൽ നമുക്ക് സെയിം ക്ലാസ് നെയിം യൂസ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് ക്ലാസ്. ഇനിയിപ്പോൾ നമുക്ക് 2 ക്ലാസ് ഉണ്ട്. സോ ഇതിൽ മാത്രം ഞാനൊരു മെയിൻ എന്നുള്ളൊരു ക്ലാസ് കൊടുത്തിട്ടുണ്ട്. സോ മെയിനിലാണെങ്കിലോ വേറെ എന്തെങ്കിലും സ്റ്റൈലുണ്ട്. സോ മെയിനിൽ എന്താ ഒരു കളറ് ബ്ലാക്ക് എന്നുണ്ട്. സോ കളർ ബ്ലാക്ക് ഓർ ഒരു ബ്ലൂ കൊടുക്കാം. സോ നോർമലി എല്ലാ ടെക്സ്റ്റും ബ്ലാക്കിലാണ് വരിക. സോ ഞാനിവിടെ ടെക്സ്റ്റ് ഹലോ എന്ന് കൊടുത്തു. സോ ടെക്സ്റ്റിൻ്റെ കളർ മാറ്റാനുണ്ട്, കളർ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഹലോ കൊടുത്തു. ഇനിയിപ്പോൾ അതിൽ മാത്രം ഞാനൊരു ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്, അത് ബ്ലൂവിൽ വന്നു. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലാസ് നെയിം യൂസ് ചെയ്യുന്നത്. സോ ഒരു ക്ലാസ് തന്നെ മൾട്ടിപ്പിൾ ക്ലാസ് നെയിം കൊടുക്കാൻ പറ്റും, അത് ആക്സസ് ചെയ്യാനും പറ്റും. ഇങ്ങനെ നമ്മൾ CSൽ മാത്രമല്ല ജാവാസ്ക്രിപ്റ്റിൽ നമ്മൾ ക്ലാസ്സും ID ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, സോ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ID. സോ ID യൂസ് ചെയ്തിട്ടും സെയിം ക്ലാസ് നെയിം പോലെയാണ്, പക്ഷേ IDക്ക് ഒരു ഡിഫറൻറ്റ് ഉണ്ട്. ID നമുക്ക് ഒറ്റ തവണ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. യുണീക്ക് ID യൂസ് ചെയ്യണം. മൾട്ടിപ്പിൾ ടൈംസ് മൾട്ടിപ്പിൾ എലമെൻറ്റ്സിന് യൂസ് ചെയ്യാൻ പാടില്ല. The HTML ID attribute is used to specify a unique ID for an HTML element. A unique ID സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ID യൂസ് ചെയ്യുന്നത്. You cannot have more than one element with the same ID in an HTML document. അതായത് ഞാൻ പറഞ്ഞ പോലെ മോർ ദാൻ 1 വരാൻ പാടില്ല. സോ ID എന്ന് കൊടുക്കാം. ID എന്ന് കൊടുത്തിട്ട് അതിൻ്റെ വാല്യൂ കൊടുക്കണം. സോ div എന്ന് തന്നെ ഞാൻ കൊടുത്തു. സോ ID ആക്സസ് ചെയ്യുമ്പോൾ എപ്പോഴും ഹാഷ് ഇട്ടിട്ടാണ് കോൾ ചെയ്യുക. സോ നമ്മൾ നേരത്തെ ക്ലാസ് ആക്സസ് ചെയ്തത് ഡോട്ട് ഇട്ടിട്ടാണ്, ബട്ട് ഹാഷ് ഇട്ടിട്ടാണ് div അല്ല ID ആക്സസ് ചെയ്യുന്നത്. സോ ഇതിൽ കളർ ഞാൻ ഒരു ഗ്രീന് കൊടുക്കാം. സോ ഫസ്റ്റത്തേനാണ്. സോ ഗ്രീനായിട്ട് വന്നിട്ടുണ്ട്. സോ ഇതാണ് ID യുണീക്കായിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് മാത്രം നോക്കി വെക്കുക. ക്ലാസ്സിലാണെങ്കിൽ മൾട്ടിപ്പിൾ യൂസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഓരോ നമുക്കിനി കൂടുതലായിട്ട് വരാനുണ്ട്. JSലൊക്കെ ID ഒക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യും. സോ പല രീതിയിലും
പല സ്ഥലത്തും പല രീതിയിലാണ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. ക്ലാസ് ചില സ്ഥലത്ത് യൂസ് ചെയ്യും, ID ചില സ്ഥലത്ത് യൂസ് ചെയ്യും, അങ്ങനെയൊക്കെയാണ്. സോ ക്ലാസ് ID മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഇതിലോട്ട് പോവാം. നെക്സ്റ്റ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ സ്റ്റൈൽ ആട്രിബ്യൂട്ട്. സോ സ്റ്റൈൽ ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇസ് യൂസ്ഡ് ടു ആഡ് സ്റ്റൈൽ ടു ആൻ എലമെൻറ്റ് സച്ച് ആസ് കളർ, ഫോണ്ട്, സൈസ് ആൻഡ് മോർ. ഇങ്ങനെ ഓരോ സ്റ്റൈൽസ് കൊടുക്കാനാണ് സ്റ്റൈൽ ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. സിൻടാക്സ് ഒരു ടാഗ് നെയിം ഉണ്ടാവും, അതിൽ സ്റ്റൈൽ കൊടുക്കും. നമ്മൾ നേരത്തെ കൊടുത്തത് ഒരു സ്റ്റൈൽ എന്നുള്ളൊരു ടാഗ് യൂസ് ചെയ്തിട്ടാണ്. ഇനി ഇങ്ങനെയും കൊടുക്കാൻ പറ്റും ഇൻലൈനായിട്ട്. സോ അത് നമുക്ക് നോക്കാം. സോ നമുക്ക് ഓൾറെഡി ഉള്ള ക്ലാസ് നമുക്കൊന്ന് ഇതാക്കാം, ഒഴിവാക്കാം. എന്നിട്ട് ഇതിന് പകരം സ്റ്റൈൽ ആട്രിബ്യൂട്ട് യൂസ് ചെയ്യാം. സ്റ്റൈൽ എന്ന് കൊടുക്കാം. സ്റ്റൈൽ കൊടുത്തിട്ട് വിഡ്ത്ത് സെയിം രീതിയിൽ നമ്മൾ നേരത്തെ എന്താണോ കൊടുത്തത് അതേപോലെ കൊടുക്കണം. സോ ഇതൊരു CSS ആണ്. CS പഠിക്കുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് വരും. ഇപ്പോൾ ജസ്റ്റ് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് അത്രേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. സോ ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലൂ കൊടുത്തു. ഇനി ഇതിനും സെയിം രീതിയിൽ നമുക്ക് സ്റ്റൈൽ കൊടുക്കാം. വിഡ്ത്ത് 100, ഒരു 200 കൊടുക്കാം. ഹൈറ്റ് 200. ഒരു കാര്യമുള്ളത്, നമ്മളെപ്പോൾ ഒരു സ്റ്റൈൽ കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് സെമി കോളൻ ഇടണം ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് മസ്റ്റാണ്. റെഡ് റീലോഡ് ആക്കുമ്പോൾ മാറിയിട്ടുണ്ട്. സോ ഇതാണ് സ്റ്റൈൽ ആട്രിബ്യൂട്ട്. സ്റ്റൈൽ ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ട് ഇനിയും പലതും ചെയ്യാൻ പറ്റും. നമുക്ക് ഫോണ്ട് സൈസൊക്കെ മാറ്റാൻ പറ്റും. ഫോണ്ട് സൈസ് ഒരു 35 px കൊടുത്താൽ 35 px 35 വലുതായിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് CSSൻ്റെ ക്ലാസ്സാണ്. സോ CSS മസ്റ്റായിട്ട് ഇരുന്ന് വാച്ച് ചെയ്യുക. CSSൽ നമ്മൾ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. സോ വളരെ ഇൻട്രസ്റ്റിംഗ് ആവും. നമ്മൾ HTML പോലെ ആവില്ല. HTML കുറച്ച് ഒരു തിയറിറ്റിക്കൽ ആയതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്കൊരു ചടപ്പൊക്കെ ഉണ്ടാവും. ബട്ട് CSSൽ പക്ക നല്ല പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ക്ലാസ്സസ് ആവും. നമുക്ക് ഈ സ്റ്റൈലും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. സോ CSSൻ്റെ ലാസ്റ്റ് നമ്മൾ ഒരു ഊബർ ഈറ്റ്സ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഊബർ ഈറ്റ്സിൻ്റെ ഒരു സൈറ്റൊക്കെ ചെയ്യുന്നുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് വീഡിയോസ് ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. സോ ഇത്രേ ഉള്ളൂ HTML പക്ക ഈസിയാണ്, കുറച്ചേ ഉള്ളൂ. ഈ സ്ട്രക്ചർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് HTML യൂസ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് HTML. താങ്ക് യു ഫോർ വാച്ചിങ്.